2024 ഡിസംബറിന് ശേഷം നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ UK പുറത്തു ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്നവരാണെങ്കിൽ നമുക്ക് ഈ വിസ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിസയിലേക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമുക്ക് തിരിച്ചു വരുന്നതിനുള്ള താമസം ഉണ്ടാവും. നമുക്ക് പാസ്പോർട്ട് ഏത് സമയത്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മുടെ സൈറ്റിലേക്ക് ഈ വിസയിൽ പലപ്പോഴും ഈ വിസ നമ്മൾ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്താലും ഓൺലൈനായിട്ട് വ്യൂ ചെയ്യുന്നതിനുള്ള സൈറ്റിൻ്റെ ചില സമയത്ത് സമയം എടുക്കാറുണ്ട്, ഡിലേ ആകാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൈ കരുതുന്നതായിരിക്കും. സൈറ്റ് ഇപ്പോൾ ട്രയൽ വെർഷനിലായതുകൊണ്ടായിരിക്കും അത് പ്രോപ്പറായിട്ട് ഇടയ്ക്ക് ഈ വിസ നമുക്ക് ലോഗിൻ ചെയ്യാനോ ലോഗൗട്ട് ചെയ്യാനോ അതിനുള്ളിലെ ഡാറ്റ എടുക്കാനോ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും നല്ലത് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ വിസയിൻ്റെ പ്രിൻ്റ് ഔട്ട് നേരത്തെ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ കൈ കരുതുക. അപ്പോൾ നമ്മൾ ഈ വിസയിൽ പാസ്പോർട്ട്, അതായത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. സിമ്പിളായ സ്റ്റെപ്പാണ്. നമ്മൾ അതിനായിട്ട് ആദ്യം UKVI, നമ്മൾ ഓൾറെഡി ഈ വിസ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും UKVIയിൽ. അപ്പം ആ വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക UKVI അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിൽ പോവുക. അപ്പോൾ അത് സൈൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ BRP വെച്ചാണ് ലോഗിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. സാധാരണ ചെയ്യുന്ന പോലെ BRPയും കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പാസ്വേഡ് വരും. പാസ്വേഡ് സെക്യൂരിറ്റി കോഡ് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ദെൻ ഈ വരുന്ന വിൻഡോയിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ എല്ലാം കാണാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് ആഡ് എ ന്യൂ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എന്ന ഒരു സെക്ഷനുണ്ട്. അത് നമ്മുടെ BRP ഡീറ്റെയിൽസിൻ്റെ മുകളിലായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഹാവ് യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേഞ്ച്ഡ് ഓൺ യുവർ ന്യൂ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഈ പ്ലേസിൽ ചിലരുടെ പേര്, ഇപ്പോൾ സർനെയിം ആഡ് ചെയ്തവരോ സ്പെല്ലിങ് മാറ്റിയവരോ ഒക്കെ ആണെങ്കിൽ നെയിം ചേഞ്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇല്ല എങ്കിൽ നോ മൈ പേഴ്സണൽ ഹാസിൻ ചേഞ്ച് വെച്ചിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോട്ടോ, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോ നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണെന്ന് ഇവിടെ വാട്ട് ഈസ് MRZ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പം വാട്ട് ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആർ യു ആഡ്? ഓൾറെഡി നമ്മുടെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാസ്പോർട്ട് ആൻഡ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, അതാണ് നമ്മുടെ പ്രൈമറി ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ റിക്വയർമെൻറ്റ് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് എടുത്താൽ മതി. പക്ഷേ ഫോട്ടോയുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 4 കോർണറും പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ള പേജിൻ്റെയാണ് വേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റണം. ഫോട്ടോയ്ക്ക് ബ്ലറൊന്നും ആകാൻ പാടില്ല. നമ്മൾ ചില ലൈറ്റിംഗ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അതെടുക്കാൻ. ഷാഡോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഷാഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് റിജക്റ്റ് ആവും. ഓക്കെ, ഫോട്ടോയുടെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഫോട്ടോ വരേണ്ടതെന്നുള്ളത് ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ഇൻ ഫോക്കസ്, ബ്ലർഡ് ഫോട്ടോസ് ഒന്നും പാടില്ല. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുക. ഓക്കെ, പിന്നെ പലരും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് റീഡബിൾ ആകാത്തതിൻ്റെ കാരണം ചിലർ വെർട്ടിക്കലായിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. എനിക്ക് പല കേസിലും അത്തരത്തിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൊറിസോണ്ടൽ ആയിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഒറിജിനൽ ഫോട്ടോ ആയിരിക്കണം. അതായത് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് വേറെ ഏതെങ്കിലും ആപ്പിലിട്ട് ക്രോപ്പ് ചെയ്യുകയോ അൾട്ടർ ചെയ്യുക, അതായത് അതിൻ്റെ സൈസ് മാറ്റുക, ഒറിജിനൽ സൈസ് മാറ്റുക, അല്ലെ അതിനെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഏതെങ്കിലും ഇഫക്റ്റുകൾ യൂസ് ചെയ്യുക, അതൊക്കെ ചെയ്താൽ അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോ ഇതിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ പിന്നെ അത് 2 ഫോർമാറ്റ്, JPG അല്ല JPEG ഫയലുകളായിരിക്കണം. ഓക്കെ, ദെൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പം ഫസ്റ്റ് ചെയ്തത് ഫോട്ടോ എടുത്ത് അത് PDF-ലേക്ക് കൺവേർട്ട് ചെയ്ത ഫോട്ടോ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ സ്കാൻ ചെയ്യുകയാണ് ചെയ്തത് പാസ്പോർട്ട്, പക്ഷേ അത് നടന്നില്ല. പാസ്പോർട്ട് ഞാൻ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്തു, പക്ഷേ അത് PDF ഫോർമാറ്റിലായിരുന്നു. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് ഫസ്റ്റ് കേസ് ഞാൻ നോക്കിയത്. പിന്നെ ഞാൻ വീണ്ടും ഫോട്ടോ എൻ്റെ ഫോൺ തന്നെ ഉപയോഗിച്ച് ഫോട്ടോ എടുത്താണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം യുവർ ഫോട്ടോ മീറ്റ്സ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കും. ഓക്കെ, ഇത് ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ആ ഫോട്ടോ അവർ റീഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ കാണുക. നമുക്കിതെല്ലാം വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെരിഫൈ ചെയ്യുക തന്നെ വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ചേഞ്ച് ചെയ്യാം.
എല്ലാം ഓക്കെ ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ യുവർ അപ്ഡേറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻഡ്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. അത് വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.